ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് ട്യൂട്ടോറിയൽസ് ലൈവ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എക്സലിൽ എങ്ങനെയാണ് ഒരു സെല്ല് ലോക്ക് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, സാധാരണ എക്സലിൽ എല്ലാവരും ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഷീറ്റ് മൊത്തത്തിലായിട്ട് ലോക്ക് ചെയ്യാറുണ്ട്. മറ്റുള്ള ആളുകൾ സെല്ലിലെ വാല്യൂ ആൾട്ടർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടോട്ടലായിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ മറ്റൊരു രീതിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു എക്സലിൽ ഒരു സെല്ലിൽ വാല്യൂ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സെല്ല് ലോക്കാവുന്ന ഒരു സിസ്റ്റം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. എങ്ങനെയാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത് കറക്റ്റായി അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കിട്ടുന്നതല്ല. 3 കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഒരു പാസ്വേഡ് കൊടുക്കണം എന്നുള്ളതാണ്. ഒരു ഷീറ്റിന് ഒരു പാസ്വേഡ് കൊടുക്കുക, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പ്രൊട്ടക്റ്റ് പാസ്വേഡ് കൊടുക്കുക. അതുപോലെ ഈ ഫയൽ സേവ് ചെയ്യേണ്ടത് മറ്റൊരു രീതിയിലാണ്. അതേപോലെ തന്നെ ഒരു കോഡ് ഇതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുണ്ട്. ആ കോഡ് ഇതിൽ ഇംപ്ലിമെൻ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏതാണോ സെല്ല് ലോക്ക് ചെയ്യേണ്ടത് ആ സെല്ല് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുത്താൽ ആ ഒരു സെല്ല് മാത്രം ലോക്ക് ആവുന്നതാണ്. അതായത് ഡാറ്റ എൻ്റർ ചെയ്ത് ഉടനെ തന്നെ എൻ്റർ അടിച്ചാൽ പിന്നെ ആ ഒരു ഡാറ്റ ആൾട്ടർ ചെയ്യാൻ നിങ്ങൾക്ക് പാസ്വേഡിൻ്റെ ആവശ്യം വരും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. പാസ്വേഡ് ഞാൻ നിലവിൽ ഇതിൽ കൊടുത്തിട്ടുള്ളത് 123 എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പാസ്വേഡ് കൊടുക്കാവുന്നതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി ഞാനൊരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു ന്യൂ എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിന് ഞാനൊരു പേര് ടെസ്റ്റ് എന്നുള്ള പേര് കൊടുത്തു. എന്നിട്ട് ആ ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ എക്സലിലെ ഡിഫറെൻറ്റ് സെല്ലുകൾ. അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാൻ ആദ്യം 2 സെല്ല് വാല്യൂകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒന്നിന് നെയിം എന്ന് കൊടുത്തു, മറ്റൊന്നിന് എമൗണ്ട് കൊടുത്തു. അപ്പോൾ ഫസ്റ്റിലെ ഒരു സെല്ലിൽ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ നെയിം എൻ്റർ ചെയ്യും, സെക്കൻഡ് കോളത്തിൽ നമ്മൾ അതിൻ്റെ എമൗണ്ട് എൻ്റർ ചെയ്യും. ഓരോരുത്തരുടെ പേരിൽ എത്രയാണ് എമൗണ്ട് കിട്ടിയത് അത് എൻ്റർ ചെയ്യും. അതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ എമൗണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ലോക്ക് ആവണം, അത് വീണ്ടും എഡിറ്റ് ചെയ്യാൻ കഴിയരുത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രാവശ്യം ആരാണോ അയാൾ യൂസർക്ക് ഒരു പ്രാവശ്യം ഡാറ്റ എൻ്റർ ചെയ്യാം, പിന്നീട് അത് എൻ്റർ ചെയ്യണമെങ്കിൽ പാസ്വേഡ് ചോദിക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനായി കുറച്ച് ഡാറ്റകൾ ഞാൻ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഞാൻ കുറച്ച് പേരുകൾ, ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറായി കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ സെല്ലിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ഡാറ്റയും എൻ്റർ ചെയ്യാം, ഇവിടെ എന്തും എൻ്റർ ചെയ്യാം. പക്ഷേ ഈ എമൗണ്ടിൻ്റെ കോളത്തിൽ ഒന്നും എൻ്റർ ചെയ്യാൻ പറ്റരുത്. ഒറ്റ പ്രാവശ്യം മാത്രമേ എൻ്റർ ചെയ്യാം, രണ്ടാമതായി വീണ്ടും ഒന്നും എൻ്റർ ചെയ്യാൻ പറ്റരുത്. അതിനായിട്ട് ഞാൻ ആദ്യം കൺട്രോൾ A അടിച്ച് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ഫോർമാറ്റ് സെൽസ് എടുത്തു. കൺട്രോൾ A അടിക്കുക, കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് സെൽസിൽ പ്രൊട്ടക്ഷൻ, അതിൽ നിങ്ങൾക്ക് കാണാം ഈ ലോക്ക്ഡ് എന്നുള്ളൊരു ടിക്ക് കാണാം. അത് ഒഴിവാക്കിയിട്ട് ഓക്കെ കൊടുക്കുക. കൺട്രോൾ A അടിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി, ലോക്ക് ഒഴിവാക്കി. ഇപ്പോൾ നമുക്ക് ഏത് ഡാറ്റയും എവിടെയും എൻ്റർ ചെയ്യാവുന്നതാണ്. ഒരു പ്രോബ്ലം ഇല്ല. നോർമൽ ചെയ്യണ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ കുറച്ച് ഡാറ്റകൾ കൊടുക്കുകയാണ്. രാജു 3000, ജോൺ 4000, അങ്ങനെ കുറച്ച് ഡാറ്റകൾ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ എമൗണ്ടിൻ്റെ കോളം നമുക്ക് എത്രയും എഡിറ്റ് ചെയ്യാം, എങ്ങനെയും മാറ്റാം. ഇങ്ങനെ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യാൻ കഴിയരുത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. ഇപ്പോൾ ഈ ചെയ്ത പോലെ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഏരിയ മാത്രം മതിയെങ്കിൽ അങ്ങനെ കൊടുക്കാം. ആദ്യം ഫുള്ളി ലോക്ക്ഡ് എന്നുള്ള ആ ടിക്ക് ഒഴിവായിട്ടില്ലേ എന്നുള്ളത് കൺഫേം ചെയ്യണം, അല്ലാഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ വർക്ക് ചെയ്യില്ല. അപ്പോൾ ആദ്യം അത് ഒഴിവാക്കി, ഫോർമാറ്റ് സെൽസ് നിന്ന് ലോക്ക് സെല്ലിൻ്റെ ആ ഒരു സംവിധാനം ഒഴിവാക്കി. ഇനി നമുക്ക് ഇതിനൊരു പാസ്വേഡ് കൊടുക്കണം. അതിനായി ഞാൻ പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്ന് ക്ലിക്ക് ചെയ്തു. റൈറ്റ് ബട്ടൺ അടിച്ച് പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് പാസ്വേഡ് 123 എന്ന് കൊടുത്തു. പാസ്വേഡ് 123 അത് കൺഫേം ചെയ്യാൻ ചോദിച്ചു. അതിൽ 123 എന്ന് കൊടുത്തു, ഓക്കെ കൊടുത്തു. അതിനുശേഷം വ്യൂ കോഡ് എന്നുള്ള ഒരു ഏരിയ, അവിടെ നമുക്ക് കോഡുകൾ എൻ്റർ ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. കോഡ് ആദ്യം തന്നെ ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നേരിട്ട് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്.
ഇതിൽ ഞാനിവിടെ പാസ്വേഡ് ABC ആണ് കൊടുത്തിട്ടുള്ളത്. അത് മാറ്റിയിട്ട് ഞാൻ 123 എന്നാക്കി. കാരണം നമ്മൾ 123 ആണ് പാസ്വേഡായിട്ട് ആദ്യം തന്നെ കൊടുത്തത്. അവിടെയും 123 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ഏരിയയാണ് നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ലോക്ക് ആവേണ്ടതെന്ന് ശ്രദ്ധിക്കുക. ഈ എമൗണ്ടിൻ്റെ കോളമാണ് നമുക്ക് ലോക്ക് ആവേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ B2 ആണ്. ലാസ്റ്റിലെ കോളം സെല്ല് എന്ന് പറഞ്ഞാൽ B14 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ റേഞ്ച് പറഞ്ഞു കൊടുക്കുകയാണ്. B2 ഈസ് ടു B14, B2 ഈസ് ടു B14. അപ്പോൾ ആ ഒരു ഏരിയ മാത്രമാണ് ലോക്ക് ആവുക. അങ്ങനെ കൊടുത്തു. എന്നിട്ട് സേവ് കൊടുത്തു. സേവ് കൊടുക്കുമ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോഡ് കൊടുക്കുമ്പോൾ അത് മാക്രോ ഫയലായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഇവിടെ നോ കൊടുത്ത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത എക്സൽ ഫയൽ മാക്രോ ആയി സേവ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ XLSX ആണ്. അതിന് പകരം നമ്മൾ ഇവിടെ ഫോർമാറ്റ് മാറ്റിയതിന് ശേഷം ഈ കാര്യം നിർബന്ധമായും ചെയ്യണം. XLSM ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം. അത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് സേവ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫയൽ XLSM ആയിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഒരു കോഡ് വർക്ക് ആവുകയുള്ളൂ. അതിനാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് സേവ് കൊടുത്തു, ഓക്കെ കൊടുത്തു, സേവ് ഒന്നുകൂടി കൊടുത്ത് ഓക്കെ കൊടുത്ത് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഇത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഫയൽ XLSM ആയിട്ടുണ്ട്. ഞാൻ ഈ സജീറിന് നേരെ ഒരു എമൗണ്ട് കൊടുക്കുകയാണ്. 5000 എന്ന് കൊടുത്തു. രാജുവിന് നേരെ 2000 കൊടുത്തു. ജോണിന് നേരെ 3000 കൊടുത്തു. ഇനി 5000 എഡിറ്റ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുമ്പോൾ കാണോ അത് ലോക്കായിട്ടുണ്ടാവും. നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു ഡാറ്റയും അതിലേക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി നമുക്ക് ഈ നെയിമിൻ്റെ സെക്ഷനിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. എന്തും എഡിറ്റ് ചെയ്യാം. ഒരു പ്രശ്നമില്ലാതെ എഡിറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ ഒരു മെസ്സേജ് കാണിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഈ ഒരു സ്ട്രക്ചറിൻ്റെ പ്രത്യേകത. വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു 3 കാര്യങ്ങളാണ്. ഈ നെയിം സെക്ഷൻ കണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര എഡിറ്റ് ചെയ്യാൻ പറ്റും ഈ നെയിമിൻ്റെ സെക്ഷൻ. ബട്ട് ഈ എമൗണ്ട് കോളം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ലോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് വെച്ച് ഓപ്പൺ ചെയ്തിട്ട് വേണം പിന്നീട് ഡാറ്റ എൻ്റർ ചെയ്യാൻ. മറ്റുള്ള എല്ലാ കോളങ്ങളും നമുക്ക് എൻ്റർ ചെയ്യാം. എല്ലാ സെല്ലിലും നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാം, ആൾട്ടർ ചെയ്യാം. ഒന്നും ഒരു പ്രശ്നമില്ല. ഈ ഒരു ഇതിൽ മാത്രം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എത്ര വാല്യൂവും നമുക്ക് കൊടുക്കാം. എത്ര എമൗണ്ട് അടിച്ചാലും ആ ഒരു B2 to B14 വരെ എല്ലാ സെല്ലും ഒറ്റ പ്രാവശ്യം മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ. നോക്കൂ, എല്ലാം എങ്ങനെ ക്ലിക്ക് ചെയ്താലും അതിൻ്റെ പ്രൊട്ടക്ഷൻ ചോദിക്കും. പിന്നെ പാസ്വേഡ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ. നിലവിൽ നമ്മൾ 123 ആണ് പാസ്വേഡ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് മാറ്റിയിട്ട് ഏതും കൊടുക്കാവുന്നതാണ്. ഈ ഒരു സെല്ല് നമുക്ക് എഡിറ്റ് ചെയ്യാം. കാരണം അത് B15 ആണ്. പക്ഷേ ഈ 2 നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഡിലീറ്റ് ചെയ്യാൻ നോക്കിയാലും ഒന്നും അത് പോകില്ല. അപ്പോൾ ഇനി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രൊട്ടക്ഷൻ ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ കൊടുത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. പാസ്വേഡ് കൊടുത്ത് 123 എന്നുള്ളതാണ്. റേഞ്ച് കൊടുത്ത് B2 to B14 ആണ്. നമുക്ക് റേഞ്ച് മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഞാനത് ഒരു A1 മുതൽ തന്നെ കൊടുക്കുകയാണ്. അതിനർത്ഥം ആ നെയിം അടക്കം ലോക്ക് ആവാൻ പോവുകയാണ്. ഒരു പ്രാവശ്യം നമുക്ക് നെയിം എൻ്റർ ചെയ്യാം, പിന്നെ അത് നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാനിവിടെ നെയിം കൊടുത്തു. രണ്ടാമത് അത് ആൾട്ടർ ചെയ്യാൻ കഴിയില്ല. ഇതിലും ഞാൻ പേര് കൊടുത്തു. ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. പിന്നെ അത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം ലോക്കായിരിക്കുകയാണ്. കാരണം നമ്മളതിൻ്റെ റേഞ്ചിൻ്റെ ഏരിയ മാറ്റി. ഏത് ഏരിയയിലാണ് നമ്മൾ ലോക്ക് ആവേണ്ടതെന്ന് കൊടുത്തു. A1 മുതൽ നമ്മൾ കൊടുത്തതുകൊണ്ട് അവിടെ നമുക്ക് പിന്നീട് അത് ആൾട്ടർ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ എത്ര സെല്ല് വേണമെങ്കിലും നമുക്ക് ലോക്ക് ചെയ്യാം, ഒറ്റ പ്രാവശ്യത്തെ എൻട്രിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് ഫസ്റ്റിൽ ഈ സെലക്ട് ചെയ്യുന്ന ഭാഗത്ത് ഫോർമാറ്റ് സെല്ലിൽ ആദ്യം ടിക്ക് ഒഴിവാക്കുക. അതിനുശേഷം പാസ്വേഡ് സെറ്റ് ചെയ്യുക. അതിനുശേഷം കോഡ് എൻ്റർ ചെയ്യുക. ഈ ഒരു 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കോഡിൽ പാസ്വേഡ് കുറച്ച് വലിയ പാസ്വേഡ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഈ ഒരു കാര്യം, ഇതിൻ്റെ ഈ ഒരു കോഡും അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ
എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സംശയമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. നിലവിൽ ഞാൻ കൊടുത്ത പാസ്വേഡ് 123 ആണ്. നിങ്ങൾക്കത് മാറ്റിയിട്ട് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ആൾട്ടർ ചെയ്യണമെങ്കിൽ പാസ്വേഡ് കൊടുത്ത് ആൾട്ടർ ചെയ്യാവുന്നതാണ്. അത് മനസ്സിലാക്കുക. 123 എന്ന പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അതായത് ഓണർ ആരോ അയാൾക്ക് പാസ്വേഡ് അടിച്ച് മാറ്റാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.